നമസ്കാരം, പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. അയ്യപ്പ കോപത്തിൽ വെന്തുരുകുകയാണ് പിണറായി സർക്കാർ. 2018 മുതൽ ശബരിമലയിലെ വിശ്വാസം ഹനിച്ച, ശബരിമല വിശ്വാസികളുടെ നെഞ്ചിടിപ്പേറ്റിയ, ശബരിമലയിലെ ആചാര ലംഘനത്തിന് മുന്നിട്ടിറങ്ങിയ പിണറായിയുടെ ഇടതു സർക്കാർ അയ്യപ്പ ശാപത്തിൽ, അയ്യപ്പ കോപത്തിൽ ഇപ്പോൾ വെന്തുരുകുകയാണ്. അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ സംഗമം നടത്തി, പമ്പയിൽ കോടികൾ പൊടിച്ച് അയ്യപ്പ സംഗമം നടത്തി, അയ്യപ്പ കോപത്തിൽ നിന്ന് തലയൂരാമെന്ന ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഇറങ്ങിത്തിരിച്ച പിണറായി വിജയനെ ഇപ്പോൾ അയ്യപ്പ ശാപം വിടാതെ പിന്തുടരുകയാണ്. അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ വിധി എഴുതി, ഇത് ഈ പിണറായി സർക്കാരിൻ്റെ അന്ത്യ യാത്രയ്ക്കുള്ള തുടക്കമാണ്. പിന്നാലെ ഓരോരോ നിമിത്തങ്ങൾ, പിന്നാലെ ഓരോരോ തിരിച്ചടികൾ. ഒടുവിൽ ശബരിമലയിലെ ശ്രീകോവിലിലെ ദ്വാരപാലകന്മാരുടെ, അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളായ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി തന്നെ അടിച്ചു മാറ്റാൻ ഒത്താശ ചെയ്ത കൂട്ടുനിന്ന ദേവസ്വം ബോർഡ്, ഒരു ഭൂലോക തട്ടിപ്പുകാരനായ, ഭൂലോക ഉഡായിപ്പായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന വ്യക്തിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊടുത്തയക്കാൻ പറഞ്ഞ് ഉത്തരവിറക്കിയ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡും ആ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയപ്പോൾ വെറും ചെമ്പ് തകിടായി മാറി. ഇതിനിടയിൽ ഈ സ്വർണ്ണപ്പാളിയും സ്വർണ്ണക്കട്ടിളയും സ്വർണ്ണപ്പടിയും സ്വർണ്ണവാതിലുമൊക്കെ ബാംഗ്ലൂരിൽ പ്രദർശനത്തിന് വച്ച് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു ഈ തട്ടിപ്പ് വീരനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ആ ഉഡായിപ്പ് സ്വർണ്ണവാതിലിന് മുന്നിൽ ചെന്ന് നിന്ന് കണ്ണീരണിഞ്ഞ് തൊഴുതതും നമ്മുടെ കേരളത്തിൻ്റെ വലിയ സൂപ്പർ താരമായ നടൻ ജയറാം കൂടിയാണ്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ മുതലെടുത്ത് കോടികൾ തട്ടിയ ഈ തട്ടിപ്പുകാരന് ശബരിമലയിൽ പിന്തുണ നൽകിയത് ആരൊക്കെ? 2019 തന്നെ സ്വർണ്ണപ്പാളിയിലെ തട്ടിപ്പ് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ബോർഡ് അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ട് ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് ഇതിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയില്ല? ഉത്തരം നിസ്സാരം. ഇതിനെല്ലാം ഷെയറുണ്ട്, കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ശബരിമലയിൽ നിന്ന് കൊള്ള ചെയ്യുന്ന കൊള്ള മുതലിന് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ദേവസ്വം ഉദ്യോഗസ്ഥർക്കുമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ദേവസ്വം വിജിലൻസിനെ വെച്ച് അന്വേഷിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, വിശ്വാസത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ഉള്ള ശ്രമം നടക്കുന്നു. ശബരിമലയിൽ സ്വർണ്ണപ്പാളി മാത്രമല്ല, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ തങ്ക വിഗ്രഹം പോലും ചിലപ്പോൾ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ അടിച്ചു മാറ്റി വിൽക്കുമായിരിക്കും. വിശ്വാസം ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, കപടഭക്തി കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ കൂട്ടങ്ങൾ എന്തിനാണ് ദേവസ്വം ഭരിക്കുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളെ, വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് പോക്കറ്റിലാക്കാനുള്ള ഒരു വലിയ തട്ടിപ്പായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. പക്ഷേ പുണ്യഭൂമിയായ പമ്പയുടെ മണ്ണിൽ ആ തട്ടിപ്പ് സംഗമം നടത്തിയ അന്ന് കുറിച്ചു പിണറായി വിജയന്റെ ജാതകം.